Okay, good evening. Reshma, prayer ne ready aanu Reshma? നോ മാം, ഞാൻ വെളിയിലാണ്. പുറത്തുനിന്ന് ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ കയറി. Okay. Alpha. യെസ് മാം, ഒരു മിനിറ്റ്. Okay. മാം. Yes. Okay. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study. Help our facilitator and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Okay, Alpha. Rijo, page number 5. Sensitivity to social aspects of life. അതുവരെ നമ്മൾ കംപ്ലീറ്റ് എടുത്തില്ലേ? Then today we are going to take about the effect of malnourishment. അതല്ലേ എടുക്കാനുള്ളത് ഇന്ന്? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ പറഞ്ഞു എന്താണ് മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 6 സെൻസിറ്റീവ് പീരീഡ്? ഏതൊക്കെയായിരുന്നു 6 സെൻസിറ്റീവ് പീരീഡ്? Sensitivity to order. Okay. Alpha, continue. Sensitivity to order. Okay. Learning through their 5 senses. Sensitivity for social interest. Sensitivity for language. Sensitivity for walking. Sensitivity for small minute objects. ഓക്കെ, അപ്പൊ 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പീരീഡ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എക്സ്പോഷർ കുട്ടികൾക്ക് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്? ഓക്കെ, ഓരോ പീരീഡും എന്താണ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്ഡ് ആകണം, വേണ്ടേ? അപ്പൊ അതിനുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് കുട്ടിയുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ എങ്ങനെയെല്ലാം ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കിക്കോളൂ, സെൻസിറ്റിവിറ്റി ടു ഓർഡർ. ഓക്കെ, സെൻസിറ്റിവിറ്റി ടു ഓർഡറിൽ എങ്ങനെയായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്? ഒരു ചൈൽഡിന് സെൻസിറ്റിവിറ്റി ടു ഓർഡർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ലഭിച്ചില്ലെങ്കിൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു മെന്റൽ ഇമേജ് മനസ്സിലാക്കാനായിട്ട് ആ കുട്ടിക്ക് കഴിയില്ല, വേണ്ടേ? വേൾഡ്, കുട്ടിയുടെ ചുറ്റുപാടും, കുട്ടിയുടെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, സറൗണ്ടിങ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനായിട്ട് ആ കുട്ടിക്ക് കഴിയില്ല. പിന്നെന്തൊക്കെയായിരിക്കാം? വേൾഡ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? ആ കുട്ടിക്ക് സ്വയം അവന്റെ സ്കില്ലുകൾ എന്താണെന്ന് തിരിച്ചറിയണം, വേണ്ടേ? സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എന്താണ് സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. എങ്ങനെയൊക്കെ ആയിരിക്കാം? പലതരം ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെ? ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? സോ ഇങ്ങനത്തെ എന്താണ് ഇത്തരത്തിലുള്ള അഭാവം കുട്ടികളിൽ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്തേക്കാം, സ്ട്രെസ്. ഓക്കെ, ആങ്സൈറ്റി, സ്ട്രെസ്, ഇതിലേക്കെല്ലാം അവർ നയിച്ചേക്കാം. കൂടാതെ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെൻസിറ്റിവിറ്റി ടു ഓർഡർ അതെന്താണ്? അത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആ കുട്ടിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ്? കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാകാം. ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ അത് ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറഞ്ഞാല്? കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അവന്റെ ഈവൻ ചെറിയ ടോയ്സുകൾ അറേഞ്ച് ചെയ്യുന്നതിനാണെങ്കിലും ഉറങ്ങുന്ന സ്ലീപ്പിംഗ് പാറ്റേണിനാണെങ്കിലും എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ?
സോ അപ്പൊ എന്താണ് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് കുട്ടികൾക്ക്, ഇത് ടോയ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്തൊക്കെയായിരിക്കാം അതിന്റെ എഫക്ട്സ് ഉണ്ടാകുന്നത്? കുട്ടിക്ക് കളിക്കുന്നതിലുള്ള ടോയ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അത് കുട്ടി എങ്ങനെയെല്ലാം ബാധിക്കാം? എങ്ങനെയെല്ലാം ആയിരിക്കാം ബാധിക്കുന്നത്? ഭാവന, ഭാവന ഇല്ല. ഓക്കെ, എന്താ മാം ചോദിച്ചത്? എടാ നമ്മൾ സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്താണെന്ന് പറഞ്ഞു അല്ലെ? എന്തായിരുന്നു സെൻസിറ്റിവിറ്റി ടു ഓർഡറിൽ പറഞ്ഞത്? കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഒന്ന് എന്താണ് തെറ്റിയാൽ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ് അല്ലെ? കുട്ടികൾ എന്താണ് ഒരു ടോയ്സിനെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികൾ അത് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളത് മുതിർന്നവരൊന്ന് ചേഞ്ച് ചെയ്താൽ അത് അവർ സമ്മതിക്കുമോ? അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അല്ലെ? അവർ കീപ്പ് ചെയ്യുന്ന ഓർഡർ തന്നെ ആയിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ കുട്ടികൾ സമ്മതിക്കില്ല. അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്താണ് ഈ ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾ പലതരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം? എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം? ഓരോ വസ്തുക്കളും അറേഞ്ച് ചെയ്യുന്നതിലൂടെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം? എന്തൊക്കെ ആയിരിക്കാം? എന്താണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റത്തെ പീരീഡ് ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓർക്കുന്ന ആരെങ്കിലും ഒന്ന് പറയൂ, ഷെയർ ചെയ്യൂ. ഓർഡർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അവരുടേതായ ഒരു ഓർഡർ ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കില്ല, പക്ഷെ അവർക്ക് അതായിരിക്കും. അവരതിപ്പം എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉറങ്ങുന്ന ടൈമൊക്കെ ചില കറക്റ്റ് ടൈം ഉണ്ടാവും. ടൈം തെറ്റിയോ അവർക്ക് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോ ചിലപ്പോ പാട്ട് കേട്ട് കഥകൾ പറഞ്ഞു കേട്ടില്ല, കഥകൾ കേട്ട് ഉറങ്ങുന്ന കുട്ടികൾ ഉണ്ടാകാം അല്ലെ? ആ കഥകൾ അന്ന് കഥ പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോ എന്താണ് വാശി പിടിച്ചേക്കാം, കഥ കേൾക്കാനായിട്ട് വാശി പിടിച്ചേക്കാം. അതിനൊരു ഓർഡർ കുട്ടി കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കണ്ടിന്യൂ ഭാവന. അതുപോലെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അവര് ചിലപ്പോൾ ആ ടൈം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഓർഡർ ഉണ്ടാവും. അതുപോലെ അവർ ഓരോ ടോയ്സ് എടുക്കുന്നതിലാണെങ്കിലും അവർക്ക് അങ്ങനെയൊക്കെ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ അത് കറക്റ്റ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഓർഡർ ആയിരിക്കും. അവരുടേതായ രീതിയിലായിരിക്കും അല്ലെ അവരെല്ലാം ചെയ്യുന്നത്. സോ എന്താണ് ഇത് തെറ്റിയാൽ, ഈ ഓർഡർ ഒന്ന് തെറ്റിയാൽ കുട്ടികൾ വാശി പിടിക്കാം അല്ലെ? ആൻസൈറ്റി, സ്ട്രെസ് ഉണ്ടാകാം. സോ ഇത് അവരുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ടെന്ന് മോണ്ടിസോറി പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തെ ഏതായിരുന്നു? ഏത് പീരീഡ് ആയിരുന്നു രണ്ടാമത്തേത്? സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്. ഓക്കെ, കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സെൻസ് അല്ലെ, സെൻസ് യൂസ് ചെയ്താണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെൻസ് എന്താണ്? സെൻസ് എക്സ്പീരിയൻസ്, അതിനുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാം? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ബിൽഡിംഗ് ബ്ലോക്ക് കൊടുക്കുന്നു ഒരു കുട്ടിക്ക്, എന്താണ് ഒരു ആക്ടിവിറ്റി ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് കൊടുക്കുന്നു. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പലതരം ആക്ടിവിറ്റീസ് അതുകൊണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അതിനെക്കുറിച്ചുള്ള ഷേപ്സ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ കളർ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ ആയിരിക്കാം? അതെങ്ങനെ അറേഞ്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു കുട്ടി മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? ഇത്തരം മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ അപ്പാരറ്റസിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് പലതരം കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് ബ്ലോക്സിന്റെ കളർ എന്താണ്, അതിന്റെ ഷേപ്സ് എന്താണ്, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടി അത് എങ്ങനെയെല്ലാം ബാധിക്കാം? ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾ അതെങ്ങനെയെല്ലാം ബാധിക്കാം? കുട്ടികൾ അവർക്ക് കിട്ടുന്ന ഇപ്പോൾ ടി വി ഒക്കെ ആണെന്ന് മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിലേക്ക് അവർ തിരിയും. അവരുടെ ശ്രദ്ധ വേറെ ഉള്ളതിലേക്ക് കൊടുക്കും. ഈ ഒരു
ഈ ഒരു ഇപ്പോൾ അപ്പാരറ്റസ് അതിനെ കുറിച്ച് കുട്ടിക്ക് ഒരു അറിവും ഉണ്ടാവില്ല. ഇപ്പം ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിങ്ങനെ ബിൽഡ് ചെയ്യാൻ അത് വെച്ച് ഓരോന്ന് ഇമാജിനേഷൻ, കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി അതൊക്കെ ഉണ്ടാവും. ഓരോന്ന് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം അങ്ങനെയുള്ളത്. അപ്പൊ ആ ഒരു ഐഡിയ ഒന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഫാന്റസിയിൽ മാത്രവും കുട്ടികള്. അതെ, ഫാന്റസി വേൾഡിലായിരിക്കും കുട്ടികൾ അല്ലേ. അതേപോലെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറയുന്നതായിരിക്കും, ഇമാജിനേഷൻ പവർ കുറയും. പിന്നെ എന്തൊക്കെയായിരിക്കാം സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ കുറയും, ഇമാജിനേഷൻ കുറയും, ക്രിയേറ്റിവിറ്റി കുറയും അല്ലേ. സോ കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ്, അവരുടെ കമ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടി എന്താണ് അതിന്റെ ഷേപ്സ് മനസ്സിലാക്കുന്നു അല്ലേ. അതിന്റെ ഷേപ്സ് മനസ്സിലാക്കിയിട്ട് കുട്ടി മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങുന്നു. മുൻപ് ഇതുമായിട്ട് ഇതുപോലുള്ള ഒരു വസ്തു കണ്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടി എന്താണ് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ലേ. അവരുടെ മെമ്മറി കപ്പാസിറ്റി അതിലൂടെ കൂടുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ബിൽഡിംഗ് ബ്ലോക്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്പാരറ്റസ് നമ്മൾ നൽകുന്നില്ലെങ്കിൽ എന്താണ്, അവർക്ക് മെമ്മറി പവർ യൂസ് ചെയ്യാനായിട്ട് കഴിയോ? അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ എന്താകും, കുറയുന്നതായിരിക്കും. അതേപോലെ ഇമാജിനേഷൻ കുറയുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കാം, ക്രിയേറ്റിവിറ്റി. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണോ? സോ എന്താണ്, സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. ഇത്തരം 5 സെൻസ് യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറയാം. പിന്നെന്താണ്, ഇമാജിനേഷൻ കുറയാം. അതേപോലെ ക്രിയേറ്റിവിറ്റിയെയും അത് ബാധിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം കുറവുകൾ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? ഓക്കെ, തേർഡ് വൺ എന്തായിരുന്നു? തേർഡ് വൺ വിച്ച് ഈസ് സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. ഓക്കെ, അതെങ്ങനെയെല്ലാം ആയിരിക്കാം കുട്ടിയെ ബാധിക്കുന്നത്? സ്മോൾ ഒബ്ജക്ട്സ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അതെങ്ങനെയെല്ലാം കുട്ടിയെ ബാധിക്കാം? നമ്മൾ ഇതിന്റെ ബെനിഫിറ്റുകൾ പഠിച്ചു അല്ലെ. ഒബ്സർവേഷന്റെ ബെനിഫിറ്റ്, ഇത്തരത്തിലുള്ള സ്മോൾ ഒബ്ജക്ട്സുകളെ എന്താണ് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ പഠിച്ചു അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് കുട്ടിയെ എങ്ങനെയെല്ലാം ബാധിക്കാം? അവന്റെ കോൺസെൻട്രേഷന്റെ ഒരു പവർ ഉണ്ടാവില്ല. കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ സ്കില്ല് കാണത്തില്ല. എന്തോ? ഒബ്സർവേഷൻ സ്കില്ല്. ഒബ്സർവേഷൻ സ്കിൽ. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചു കുട്ടികൾക്ക് എങ്ങനെയുള്ള മൈൻഡാണ്, അബ്സോർബൻ മൈൻഡ് ആണെന്ന് പഠിച്ചു അല്ലെ. എന്താണ് അബ്സോർബൻ മൈൻഡിന്റെ പ്രത്യേകത? അവന് ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് അവൻ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. അവൻ എങ്ങനെയാണ് നോളജ് ഗെയിൻ ചെയ്യുന്നത്? ഒരു കുട്ടി എങ്ങനെയാണ് നോളജ് ഗെയിൻ ചെയ്യുന്നത്? അവന്റെ അബ്സോർബൻ മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. സെൻസിറ്റീവ് പീരീഡും അതേപോലെ തന്നെ അബ്സോർബൻ മൈൻഡും യൂസ് ചെയ്താണ് കുട്ടി നോളജ് ഗെയിൻ ചെയ്യുന്നത്. സോ അബ്സോർബൻ മൈൻഡ് എന്തായിരുന്നു? ഒരു കുട്ടിക്ക് അവന്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും എന്താണ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ത്രൂ അവന്റെ അബ്സോർബൻ മൈൻഡ് ഉപയോഗിച്ച്. ക്ലിയർ ആണോ? നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആ സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കില്ല. അവന് ചുറ്റും എന്താണോ നടക്കുന്നത്, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആ കുട്ടി അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സോ അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കാം ആ കുട്ടി അത് ബാധിക്കുന്നത്? അവന്റെ ഒബ്സർവേഷൻ സ്കില്ല് കുറയാം അല്ലേ. ഒബ്സർവേഷൻ സ്കില്ല് കുറയാം. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറയാം. അത് അവന്റെ ലേണിംഗ് കപ്പാസിറ്റിയെ ബാധിച്ചേക്കാം. ദെൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തോ? കുട്ടി ഒന്നിലും ആക്റ്റീവ് ആവില്ല. അവനൊരു പാസീവ് ആയിരിക്കും അല്ലെ, ആക്റ്റീവ് ആയിരിക്കില്ല. ദെൻ പിന്നെന്താണ്? ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവില്ല, അറിയാനുള്ള ക്യൂരിയോസിറ്റിയെ ബാധിച്ചേക്കാം. വെരി ഗുഡ്. ദെൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യില്ല. ദെൻ പുതിയ വസ്തുക്കളെ കണ്ടെത്താനുള്ള ക്യൂരിയോസിറ്റി വേണം കുട്ടികൾക്ക് അല്ലെ. അങ്ങനെയാണ് അവർ പുതിയ നോളജ് ഗെയിൻ ചെയ്യുന്നത് അല്ലെ. ഏതൊരു കാര്യവും എന്താണ് ക്യൂരിയോസിറ്റിയുടെ ബേസിലാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത്. സോ എന്താണ്, ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള എന്താണ് ആ പവർ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ എന്തൊക്കെയായിരിക്കാം? Then any other points? ലേണിംഗ് കപ്പാസിറ്റിയെ ബാധിക്കുന്നുണ്ട്, ലേണിംഗിനെ ബാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? ചൈൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? പാസീവ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്.
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്, സ്മോൾ ഒബ്ജക്ട്സുകളെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത്. അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, അവരുടെ ക്യൂരിയോസിറ്റി കൂടുന്നുണ്ട്. സോ ഇതിനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടിയുടെ ലേണിങ്ങിനെ അത് ബാധിച്ചേക്കാം, ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ബാധിച്ചേക്കാം, അതേപോലെ തന്നെ എന്താണ് കോൺസെൻട്രേഷനെയും അത് ബാധിക്കുന്നുണ്ട്, ഈവൻ ഒബ്സർവേഷൻ സ്കില്ലിനെയും അത് ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്. അതിലെന്തൊക്കെയാണ് നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് പഠിച്ചത്? എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഭാവന ഓർ മുബീന, എനിബഡി, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, എസ്പെഷ്യലി വാക്കിംഗ്? ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ സാധനങ്ങളോട് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അത് നമ്മൾ സ്മോൾ ഒബ്ജക്ട്സിൽ പഠിച്ചത് അല്ലേ, ചെറിയ കാര്യങ്ങളോട് അട്രാക്ഷൻ കൂടുതലായിരിക്കും. സോ സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, അതിലെന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒരു കുട്ടിയുടെ വില്ല് അനുസരിച്ച് അവന്റെ ബോഡിയെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതിന് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ, ബാലൻസ് പഠിക്കുന്നുണ്ട് കുട്ടി അല്ലെ, അജിലിറ്റി നേടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എന്താണ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, കുട്ടികളുടെ മൂവ്മെന്റ് കോർഡിനേഷന് വേണ്ട ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് കുട്ടിയെ എങ്ങനെയെല്ലാം ബാധിച്ചേക്കാം, എങ്ങനെയെല്ലാം അഫക്ട് ചെയ്യും? കുട്ടിയുടെ ആക്ടിവിറ്റീസിൽ തന്നെ അത് ഇപ്പം നടത്താണെങ്കിലും കുട്ടി ഓടുക ചാടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടി അത് ചെയ്യാണ്ട് ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയായിരിക്കും. പേടിയാവും, കുട്ടികൾക്ക് പേടിയാവും ചെയ്യാൻ. ചില കുട്ടികളൊക്കെ നല്ല ഹൈറ്റിലൊക്കെ പിടിച്ച് കയറുക, ഒരു 1.5-2 വയസ്സ് മുതൽ തന്നെ കയറുക, അങ്ങനെയൊക്കെ ചെയ്യും. ഈ കുട്ടികൾക്ക് വീഴോ എന്നുള്ള പേടി അങ്ങനെയുള്ള കാര്യങ്ങളാവും. ഓക്കെ, വെരി ഗുഡ് മുബീന. ഓക്കെ, ഭയം അല്ലെ, ഫിയർ ഉണ്ടാകാം. പിന്നെന്താണ്? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഇനി സ്പോർട്സ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ അതിനൊന്നും പങ്കെടുക്കില്ല, അവർക്ക് അതിനൊക്കെ ഒരു മടിയായിരിക്കും. ഓക്കെ, ദെൻ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ആകോ? ഇല്ല അല്ലെ. എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? സ്പീഡ്, ഇപ്പം കുട്ടികൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കുറവായിരിക്കും. അതേപോലെ തന്നെ റൈറ്റിങ്ങിന് വേണ്ടി അല്ലെ, നമ്മുടെ എന്താണ് ഫിംഗേഴ്സിന്റെ വിരലുകളുടെ തുമ്പത്തുള്ള ചെറിയ മസിലുകളാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് അല്ലെ, ഫൈൻ മോട്ടോർസ് എന്ന് പറയുന്നത് ചെറിയ മസിൽസ്. അത് പ്രോപ്പർ ആയിട്ട് ഡെവലപ്ഡ് ആകുന്നില്ലെങ്കിൽ എന്ത് പറ്റാം? അവർക്ക് എഴുതാനും ഇതിനൊക്കെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കുന്നത് സ്വന്തമായിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് മൂവ്മെന്റ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഫീഡ് ചെയ്തു അതിങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ചെയ്യാനായിട്ട് കഴിയില്ല അല്ലെ, ആ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കഴിയില്ല അല്ലെ. അതുകൊണ്ട് തന്നെ തനിയെ ഫുഡ് കഴിക്കാനായിട്ടും അതേപോലെ എഴുതാനായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അത്തരം കുട്ടികളിൽ. ദെൻ എനി അതർ പോയിന്റ്സ്? സോ എന്താണ് ഫൈൻ മോട്ടോർ സ്കില്ല് എന്താണ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആകില്ല. പിന്നെന്തായിരുന്നു? ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആയതിനു ശേഷമാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഉണ്ടാകുന്നത് അല്ലേ. സോ അതിന്റെ ഡെവലപ്മെന്റിനെയും ഇത് ബാധിച്ചേക്കാം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ ഇന്ററാക്ഷനും അപ്പൊ കുറയും കുട്ടികൾ. സോഷ്യൽ ഇന്ററാക്ഷൻ കുറയാം. അതേപോലെ ബാലൻസ് ചെയ്യാനായിട്ട്, സ്വന്തം ശരീരത്തെ ബാലൻസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതേപോലെ അജിലിറ്റി, ചടുലത, എന്താണ് ഒരു കാര്യം ക്വിക്കായിട്ടും ഈസിലിയും ചെയ്യാനുള്ള കപ്പാസിറ്റി അത് ബാധിച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണോ? സോ എന്താണ് കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ, ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അത് ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? ദെൻ സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. എങ്ങനെയെല്ലാം ആയിരിക്കാം അത് കുട്ടിയെ അഫക്ട് ചെയ്യുന്നത്?
അവർക്ക് പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ. ദെൻ അവരുടെ ആവശ്യങ്ങൾ പറയാനും വെരി ഗുഡ്. അവർക്ക് എന്താണ് ആവശ്യങ്ങൾ പറയാനായിട്ട് കഴിയില്ല. ഓക്കെ. ദെൻ വൊക്കാബുലറീസ് എന്തായിരിക്കും? ലിമിറ്റ് ആയിരിക്കും അല്ലെ, കുറവായിരിക്കും. അതേപോലെ തന്നെ പിന്നെന്തായിരിക്കാം? സൗണ്ടുകളോടുള്ള സെൻസിറ്റിവിറ്റി അത്തരം കുട്ടികൾക്ക് കുറവായിരിക്കും. ഓക്കെ, സൗണ്ടുകളോടുള്ള സെൻസിറ്റിവിറ്റി അത്തരം കുട്ടികൾക്ക് കുറവായിരിക്കാം. ദെൻ എന്താണ്? അവരുടെ കോൺഫിഡൻസ് ലെവലിനെ അത് ബാധിക്കാം ഇല്ലേ? കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കാം. ഒരു സൊസൈറ്റിയിൽ എത്തിയാൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ, മറ്റുള്ളവരോട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇത്തരം കുട്ടികൾക്ക് കുറവായിരിക്കും. ദെൻ ഇനി അത് പോയിന്റ്സ്, വേറെന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ആൽഫ, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടി അതെല്ലാം എങ്ങനെയെല്ലാം അഫക്ട് ചെയ്തേക്കാം, ബാധിച്ചേക്കാം? കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും. കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. ദെൻ പിന്നെന്തായിരിക്കാം? കോൺഫിഡൻസ് ലെവൽ കുറവായത് കൊണ്ട് തന്നെ എന്താണ്, സൊസൈറ്റിയിൽ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കില്ല. അത് അവരിൽ എന്താണ്, സ്ട്രെസ്, ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അവരുടെ പ്രോപ്പർ ഡെവലപ്മെന്റിനെയും അത് ബാധിച്ചേക്കാം. മെന്റൽ ഗ്രോത്ത് തന്നെ കുട്ടികൾക്ക് കുറയും. മെന്റൽ ഗ്രോത്ത് അല്ലെ, മെന്റൽ ഡെവലപ്മെന്റിനെയും അത്, മെന്റൽ ഹെൽത്തിനെയും അല്ലെ, ഈവൻ മെന്റൽ ഹെൽത്തിനെയും അത് ബാധിച്ചേക്കാം. അതേപോലെ ഇമോഷണൽ ഹെൽത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് എന്താണ്, ഇത് ബാധിച്ചേക്കാം. ക്ലിയർ ആണോ? സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വിച്ച് ഈസ് ഏതായിരുന്നു? സെൻസിറ്റീവ് ടു ദ സൊസൈറ്റൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഓക്കെ, ഒരു സോഷ്യൽ ലൈഫ് എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു എന്താണ്, ഒരു എൻവയോൺമെന്റ്, ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് കുട്ടിയെ എങ്ങനെയെല്ലാം ബാധിക്കാം? അതെങ്ങനെയായിരിക്കാം കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഭാവന, ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു, ലോൺലി ഫീലിംഗ് ഫീൽ ചെയ്തേക്കാം അല്ലെ, എപ്പോഴും എന്താണ്, ഒറ്റയ്ക്കാണെന്നൊരു ഫീല്. ദെൻ എന്താണ്, എല്ലാ കാര്യങ്ങൾക്കും ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമായിട്ട് മാറിയേക്കാം കുട്ടികൾക്ക്. ദെൻ ഇനി അത് പോയിന്റ്സ്, എന്താണ്, സൊസൈറ്റിയെ ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാം അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, പാരന്റ്സിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന കുട്ടികളായിരിക്കും ഇത്തരം അല്ലെ, ഇത്തരം ചൈൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പാരന്റ്സിൽ നിന്നും കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നവരായിട്ട് മാറിയേക്കാം. സോ എന്താണ്, ഇത് ഫ്യൂച്ചറിൽ ആകുമ്പോൾ എന്താണ്, ആന്റി സോഷ്യൽ സ്വഭാവമുള്ള കുട്ടികളായിട്ട് മാറാം. അതേപോലെ തന്നെ അൺഫ്രണ്ട്ലി ക്യാരക്ടർ ആയിട്ട് മാറിയേക്കാം. വേറെന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വഭാവമായിരിക്കും. എപ്പോഴെന്താണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ട് അല്ലെ, അത്തരത്തിലായിരിക്കാം അവർ വളർന്നു വരുന്നത്. ദെൻ പ്രതികരണശേഷി കുറവായിരിക്കും അവർക്ക്. എന്തോ ക്ലിയർ ആയില്ല, എന്തായിരുന്നു? പ്രതികരണശേഷി കുറവായിരിക്കും. ഓക്കെ. എപ്പോഴെന്തായാലും എല്ലാത്തിൽ നിന്നും ഉൾവലിയുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളായിരിക്കും ഇവരല്ലേ. ദെൻ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സെൻസിറ്റിവിറ്റി 6 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പീരീഡിൽ ഓരോ പീരീഡിലും എന്താണ്, നമ്മൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെങ്ങനെയെല്ലാമാണ് കുട്ടി അഫക്ട് ചെയ്യുന്നത്? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയിരുന്നോ? എനി ഡൗട്ട്? പ്ലീസ് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ, നെക്സ്റ്റ് ആണ് അബ്സോർബൻ മൈൻഡ്. നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് നോളജ് നേടാനുള്ള 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ചെറിയ പ്രായത്തിലെ കുട്ടികൾ നോളജ് നേടുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ്? ഏതൊക്കെയായിരുന്നു സബീക്ക? ഏതൊക്കെയായിരുന്നു? നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്.
ഓക്കെ, ക്ലിയർ ആണോ? സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡിന്റെയും ഹെൽപ്പോട് കൂടിയാണ് കുട്ടികൾ നോളജ് ഗെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതിൽ സെൻസിറ്റീവ് പീരീഡ് എന്താണെന്ന് പറഞ്ഞു. ദെൻ അബ്സോർബൻ മൈൻഡ്. ഓക്കെ, മോണ്ടിസോറി പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് ജനനം മുതൽ തന്നെ അവരിൽ അബ്സോർബൻ മൈൻഡ് കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ ജനിക്കുന്ന ടൈം മുതൽ തന്നെ കുട്ടികളിൽ അബ്സോർബൻ മൈൻഡ് കാണപ്പെടുന്നുണ്ട്. എന്തായിരുന്നു അബ്സോർബൻ മൈൻഡ്? എന്താണ് അബ്സോർബൻ മൈൻഡിന്റെ പ്രത്യേകത? എന്തും പെട്ടെന്ന് കുട്ടികൾ അത് അബ്സോർബ് ചെയ്യും. സ്പോഞ്ച് പോലെ ആയിരിക്കും കുട്ടികളുടെ സ്പഞ്ച് പോലെയാണ്. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് എന്ത് ചെയ്യുന്ന അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും അത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. സോ കുട്ടി ഏതെല്ലാം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയാലും എന്താണ് അത്തരം എക്സ്പീരിയൻസ് കുട്ടിയുടെ മൈൻഡിൽ എന്താണ് ഡെപ്പോസിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ചീത്ത എക്സ്പീരിയൻസ് ആണെങ്കിലും ഫൈനലി അത് കുട്ടിയുടെ മനസ്സിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ട്. ക്ലിയർ ആണോ? സോ അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് അബ്സോർബൻ മൈൻഡ് ആണ്. അബ്സോർപ്ഷൻ നടക്കുന്നത് 2 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് കോൺഷ്യസ് സ്റ്റേജ്. ഓക്കെ, കോൺഷ്യസ് സ്റ്റേജ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? അൺകോൺഷ്യസ് സ്റ്റേജ്. ഓക്കെ, സോ അബ്സോർബൻ മൈൻഡിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ക്ലിയർ ആണോ? അബ്സോർബൻ മൈൻഡിനെ 2ആയിട്ട് തിരിക്കാം. കോൺഷ്യസ് മൈൻഡും വരുന്നുണ്ട്, അതേപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡും വരുന്നുണ്ട്. എന്താ കോൺഷ്യസ് മൈൻഡ്? കോൺഷ്യസ് മൈൻഡിൽ പറയുന്നത് ഏതാണ്? ഫസ്റ്റ് അൺകോൺഷ്യസ് മൈൻഡ് നോക്കാം. അൺകോൺഷ്യസ് മൈൻഡ് പറയുന്നത് ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ മോണ്ടിസോറി പറയുന്നത് എന്തൊക്കെയാണ്? കുട്ടികളിൽ ജനനം മുതൽ തന്നെ അബ്സോർബൻ മൈൻഡ് കാണപ്പെടുന്നുണ്ട്. അബ്സോർബൻ മൈൻഡ് മെയിൻലി 2 ടൈപ്സിന്റെ ഏതൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡും ഉണ്ട്, അതേപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. ജനനം മുതൽ 3 വയസ്സ് വരെ കാണപ്പെടുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അതിനുശേഷമുള്ള 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഈ പീരീഡിൽ കാണപ്പെടുന്നത് ഏതാണ്? കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ഓക്കെ, എല്ലാ നോളജും 3 വയസ്സ് വരെ കുട്ടികളെ നോളജ് ഗെയിൻ ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. അതേപോലെ തന്നെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളെ നോളജ് ഗെയിൻ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കാം? എന്താണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം അൺകോൺഷ്യസ് മൈൻഡ്? നമുക്ക് ഈ 2 വേർഡും ഫെമിലിയർ ആണല്ലേ. എന്തായിരിക്കാം? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. എന്താണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാല്? ഒന്നിനെ കുറിച്ചും ഒരു ധാരണയും ഇല്ലാതിരിക്കുക. ഓക്കെ, ദെൻ പെട്ടെന്ന് മറക്കും എന്തെങ്കിലും കാര്യങ്ങളില്ല. ഓക്കെ, പെട്ടെന്ന് മറക്കുക. ഓക്കെ, ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? കുട്ടി നോളജ് ഗെയിൻ ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അവരത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ. വെരി ഗുഡ്. എന്താണ് കുട്ടികൾ നോളജ് ഗെയിൻ ചെയ്യുന്നത് അവരറിയാതെ തന്നെയാണ്. ചെറിയ പ്രായത്തില് അവരെന്താണ് ഇന്റൻഷനി എല്ലാ ഓരോ നോളജും ഗെയിൻ ചെയ്യുന്നത് അല്ലേ. അവരുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അൺകോൺഷ്യസ് മൈൻഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവരറിയാതെ തന്നെയാണ് ഓരോ നോളജും ഗെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഈ പ്രായത്തിലുള്ള അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഏത് കാര്യത്തെയും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മൈൻഡ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മൈൻഡാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ബോധപൂർവമായ പരിശ്രമം കൂടാതെയാണ് കുട്ടികൾ പല നോളജും നേടുന്നത്. ഏതൊക്കെയാണത്? ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് അല്ലേ. മനഃപൂർവ്വം കോൺഷ്യസ് ആയിട്ടാണോ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് ചെറിയ പ്രായത്തില്? അവരെ നമ്മൾ ഒന്നിനും കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് തോന്നുന്നതെല്ലാം അവര് പഠിക്കും. കേട്ട് കേട്ട് പഠിക്കും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കറണ്ട് പോയി ഇവിടെ, വൈഫൈ
ഡിസ്കണക്ട് ആയി. ക്ലിയർ ആണോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാം. കേൾക്കാം. പ്ലീസ് റെസ്പോണ്ട് ചെയ്യാവോ ഒന്ന്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ആ ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകതകളാ പറഞ്ഞത്. കുട്ടി ആ ചെറിയ പ്രായത്തിൽ 0 to 3 3 വയസ്സ് വരെ കുട്ടി നോളജ് ഗെയിൻ ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് അല്ലെ? ബോധപൂർവമായ പരിശ്രമം കൂടാതെയാണ് കുട്ടികൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? പിന്നെന്തൊക്കെയായിരിക്കാം? പലതരം സ്കില്ലുകൾ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോ കോൺഷ്യസ് മൈൻഡിന്റെ കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും? അപ്പോ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ഏത്? കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കാം? സോ മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ സെൽഫ് കൺസ്ട്രക്ഷനുള്ള എന്താണ് പീരീഡ് ആയിട്ടാണ് മോണ്ടിസോറി കണക്കാക്കുന്നത്. ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ ഉള്ള പീരീഡ് ആയിട്ടാണ് മോണ്ടിസോറി ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ പീരീഡിനെ കണക്കാക്കുന്നത്. സോ കുട്ടികൾ വളർന്നു തുടങ്ങുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ അറിവുകളും നേടുന്നത് പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്താണ്? കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും. അവരുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതും അതേപോലെ പുതിയ സ്കില്ലുകൾ മനസ്സിലാക്കുന്നതും പഠിച്ചെടുക്കുന്നതും എല്ലാം എങ്ങനെയാണ്? മനഃപൂർവ്വം എഫേർട്ട് ഇടുന്നതിലൂടെയാണ് അല്ലേ? 3 വയസ്സ് വരെ അൺകോൺഷ്യസ് മൈൻഡ് ആണെന്ന് പറഞ്ഞു. പിന്നീടുള്ള കാലഘട്ടത്തിൽ കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് അല്ലേ? മുതിർന്നു കഴിയുമ്പോൾ നമുക്കറിയാം നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന്. അതിൽ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ആ കാര്യങ്ങളെ നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി കുട്ടികൾ നേടിയെടുക്കുന്നുണ്ട്. സോ എന്താണ്? 3 വയസ്സ് വരെ നേടിയെടുത്ത എല്ലാ നോളജും അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടി പഠിച്ചെടുത്ത കാര്യങ്ങൾ റിഫൈൻ ചെയ്യുന്നത് പരിഷ്കരിക്കുന്നത് ഏതാണ്? കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ്. പുതിയ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ എന്താണ്? വേൾഡിനെ കുറിച്ച് കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ധാരണകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികളെ ഈ കോൺഷ്യസ് മൈൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ മോണ്ടിസോറി പറയുന്നു കുട്ടികളുടെ ലൈഫ് ലോങ് പഠനത്തിനുള്ള ഫൗണ്ടേഷൻ ആയിട്ടാണ് ഈ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ മോണ്ടിസോറി കണക്കാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അബ്സോർബൻ മൈൻഡ് എന്താണെന്ന് പറഞ്ഞു. അതിന് മെയിൻ ആയിട്ട് 2 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതായിരുന്നു? കോൺഷ്യസ് സ്റ്റേജ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ആയിരുന്നു അൺകോൺഷ്യസ് സ്റ്റേജ്. അൺകോൺഷ്യസ് സ്റ്റേജിൽ പറയുന്നത് ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അൺകോൺഷ്യസ് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് കുട്ടികളെ നോളജ് ഗെയിൻ ചെയ്യുന്നതെന്നും പറഞ്ഞു. സോ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? അബ്സോർബൻ മൈൻഡ് എന്താണ്? അൺകോൺഷ്യസ് മൈൻഡ് എന്താണ്? കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന്? ക്ലിയർ ആണോ എല്ലാവർക്കും? മുബീന, അൻസൽ, സഫിയ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ആൽഫ ക്ലിയർ ആയിരുന്നു? ആൽഫ, അബ്സോർബൻ മൈൻഡ് എന്താണ്? കോൺഷ്യസ് മൈൻഡ് എന്താണ്? അൺകോൺഷ്യസ് മൈൻഡ് എന്താണ്?
മാം ലെഫ്റ്റ് ആയോ? ഓക്കെ, നമുക്കിപ്പോ ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. റോൾ പ്ലേ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു, റൈറ്റ്? ദെൻ ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു അല്ലേ? ആരൊക്കെയാണ് സ്റ്റോറി ടെല്ലിംഗ് ചെയ്യാനുള്ളത്? ആരും ചെയ്തിട്ടില്ലല്ലോ ഈ ബാച്ചിൽ അല്ലേ? ഞാൻ ചെയ്തു മാം. ആൽഫ ചെയ്തു. ഓക്കെ ആൽഫ. ദെൻ മോനിഷ റെഡി ആണോ മോനിഷ? ദെൻ ഭാവന. മാം റോൾ പ്ലേയും ഇതും ഞാൻ ചെയ്തതാ. ചെയ്തതായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നെന്ന്. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഭാവന? മാം കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതിയോ? മോനിഷ എന്തോ? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയില്ല, എന്താണ്? കേൾക്കുന്നുണ്ടോ മാം? മോനിഷ. ഓക്കെ മോനിഷ. ഞാൻ സ്റ്റോറി ടെല്ലിംഗ് അല്ലേ മാം? സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ ഓക്കെ, ചെറുതായിട്ടൊരു എഴുതിയിട്ടുണ്ട് മാം. ഓക്കെ ഓക്കെ. ഓക്കെ, നോക്കാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം. Hello children, how are you? I hope all are well, right? Okay. On today's class, I'm going to tell your interesting story. Story is about the lion and the mouse. So, are you excited? Yes. Now let's start. Listen carefully. Okay? It's a really interesting story. After this story, you are going to learn a very good lesson. Okay? So, now let's start. One day, a lion was sleeping under a tree, and the little mouse was playing around the tree. And suddenly, he started jumping on the lion's body. The lion became very angry, and he catched the mouse. Then he said, "How to disturb my sleep?" The mouse was very feared, and the mouse requested, "Dear lion, please leave me. This times I will never disturb you again." But the lion is very angry. "If you are need, I definitely help you." And the lion started laughing loudly. "You are too small. How can help me? You cannot help me. Have you think it
to help me in my future? But I'm so kind. You are too small. That's why I am leaving you. You can go now. After some day, the lion was a trap in the hunter's net. Then, and he roared loudly. After hearing his sound, the mouse came out from the hole. And the mouse, he ran quickly to help the lion. The mouse, he cut the net with the sharp teeth, and he saved the lion's life. The lion is ashamed, and the lion said, "Thank you to the mouse. And thankful you. It was my wrong that day." The onwards, the lion and mouse become a good friends and lived happily in the jungle. So, the moral of the story is even the smallest can help the strongest. Okay, children's behind, be kind and help to others. Thank you. ഓക്കെ മോനിഷ, ഇവിടെ നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ക്ലിയർ ആയില്ല, വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോനിഷയുടെ സ്റ്റോറി ടെല്ലിംഗ്? അൻസൽ എങ്ങനെയുണ്ടായിരുന്നു? ആൽഫ നന്നായിരുന്നു മാം. നന്നായിരുന്നു. ഓക്കെ ഓക്കെ, എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ദെൻ വീഡിയോ ഓൺ ആയിരുന്നോ? അല്ല. ഓക്കെ ഓക്കെ. ബോഡി ലാംഗ്വേജിന് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു സ്റ്റോറി ടെല്ലിംഗിൽ അല്ലേ? നമ്മൾ ചില എന്താണ് കുട്ടികളുടെ ക്ലാസ് റൂമിൽ മുന്നിൽ നിന്ന് കുട്ടികളുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. സൗണ്ട് മോഡുലേഷനും അതേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനിവേ ഗുഡ് അറ്റംപ്റ്റ് ആയിരുന്നു മോനിഷ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? റോമിയ, ദെൻ വേറെ ആരെങ്കിലും റെഡി ആണോ? എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, ഹോസ്പിറ്റൽ. ഓക്കെ സോഫിയ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, നോ പ്രോബ്ലം. ദെൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്റ്റോറി ടെല്ലിങ്ങിന് റെഡി ആയി വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വെറുതെ ടൈം കളയണ്ടല്ലോ ഇങ്ങനെ പേര് വിളിച്ച് വിളിച്ച്. സോ എന്താണ്, നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ടും എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? മെയിൻലി എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഭാവന, എന്തൊക്കെയായിരുന്നു? സെൻസിറ്റീവ് പീരീഡ് എന്താണെന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു? അബ്സോർബൻ മൈൻഡ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ സെൻസിറ്റീവ് പീരീഡ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ ആരായിരുന്നു നോട്ടീസ് ചെയ്തത്? ഡച്ച് ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡി വൈസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് സെൻസിറ്റീവ് പീരീഡ് അദ്ദേഹം നോട്ടീസ് ചെയ്തത്? ബട്ടർഫ്ലൈസിലായിരുന്നു. റൈറ്റ്? പിന്നെ എന്തൊക്കെ കാര്യമായിരുന്നു? ഒരു കുട്ടിക്ക് 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. സെൻസിറ്റീവ് ടു ഓർഡർ, ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്, സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്റ്റ്. അങ്ങനെ 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. ഈ 6 സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞത് മരിയ മോണ്ടിസോറി ആണ് അല്ലേ? ബട്ടർഫ്ലൈസിന്റെ സെൻസിറ്റിവിറ്റി പോലെ തന്നെ എന്താണ് ചൈൽഡിനും ഇതേപോലെ തന്നെ സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് കണ്ടെത്തിയത് മരിയ മോണ്ടിസോറി ആണ്. മരിയ മോണ്ടിസോറി അഭിപ്രായത്തിൽ 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്തായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തത്? സെൻസിറ്റിവിറ്റി ടു ഓർഡർ അതിലെന്തായിരുന്നു മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കുട്ടികൾക്കൊരു ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഓർഡർ ഉണ്ടാവും. അവര് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ടാവും.
മാം കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവർക്ക് അവര് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്ക്. അത് കറക്റ്റ് ആയിരിക്കില്ല, പക്ഷെ അവരുടെ ഓർഡർ അതായിരിക്കും. അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് ഒക്കെ. ഓക്കെ. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സെൻസിറ്റിവിറ്റി ടു ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ മുതൽ എന്താണ് 2ാമത്തെ വയസ്സ് വരെ നീണ്ടു നിൽക്കുന്നു മരിയ മോണ്ടിസോറി പറയുന്നു. ദെൻ പിന്നെന്തായിരുന്നു, അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ മരിയ മോണ്ടിസോറി ഇവിടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു അത്. ദെൻ പിന്നെന്തൊക്കെയായിരുന്നു, 2 ടൈപ്പ് ഓഫ് സെൻസ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? എക്സ്റ്റേണൽ ഓർഡർ, എക്സ്റ്റേണൽ ഉണ്ട്, അതേപോലെ തന്നെ ഇന്റേണൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എക്സ്റ്റേണലിൽ പറഞ്ഞത്? ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകള്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഓർഡറിനെ കുറിച്ചാണ് എക്സ്റ്റേണലിൽ പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്റേണലിൽ എന്തായിരുന്നു? ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡിയെ കുറിച്ച് കുട്ടി അവയർനെസ് ആയിരിക്കും, അതിന്റെ ഓർഡറിൽ കുട്ടി അവയർനെസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്. കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അവരുടെ സെൻസ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. സെൻസ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ്, സെൻസോറിയൽ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ പലതരത്തിലുള്ള കഴിവുകളും അല്ലെങ്കിൽ നോളജും ഗെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്താണ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെ ആയിരിക്കാം? സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെ ആയിരിക്കാം? സെൻസ് യൂസ് ചെയ്ത് നോളജ് ഗെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെയാകാം? സ്റ്റോറീസ് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അവര് കേട്ട് അവര് ഓക്കെ. ഓക്കെ, സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ദെൻ പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? സഫിയ? പിന്നെ സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ അതുപോലെ കുട്ടികൾക്ക് പിന്നെ മോണ്ടിസോറിയിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്ന അപ്പാരറ്റസ് ഏതാ? സെൻസോറിയലുമായ ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, ദെൻ വേറെ ഏതാ? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് ഏത്? സാൻഡ് പേപ്പർ ലെറ്റേഴ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും. ഓക്കെ, ജിഷാമിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടോ? ഈ ബാച്ചിലാണോ? തരുന്നുണ്ട്, ഞങ്ങൾക്ക് തരാന്നാ പറഞ്ഞത് മിസ്. സോ എന്താണ് റഫ് സർഫസിലൂടെ കൈ എന്താണ് കുട്ടികൾക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഈസിലി അവർക്ക് അത് ഏത് ലെറ്റർ ആണ് അല്ലെങ്കിൽ ഏത് നമ്പർ ആണെന്ന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഓക്കെ, ദെൻ വേറെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആകാം? പിന്നെ ഈ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ അതുപോലെ കളറൊക്കെ കാണിക്കാൻ വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, ടച്ച് ചെയ്തുകൊണ്ട് അല്ലേ, കണ്ണ് കെട്ടിക്കൊണ്ട് കുട്ടികളെ കൊണ്ട് എന്താണ് ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ് അല്ലേ. ദെൻ അപ്പൊ കുട്ടികൾ എന്താണ് സർഫസ് ടച്ച് ചെയ്തുകൊണ്ട് അതിന്റെ ഷേപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ, അതിന്റെ എന്താണ് സ്കിൻ സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് വസ്തുവാണെന്ന് ഏത് ഒബ്ജക്റ്റ് ആണെന്ന് പറയാനായിട്ട് കുട്ടികൾ ട്രൈ ചെയ്യുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ദെൻ നെക്സ്റ്റ് വൺ ആയിരുന്നു സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വൊക്കാബുലറീസ് വേർഡ്സുകൾ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കാം? ഏതൊക്കെയാകാം?
പറയൂ, ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ആൽഫബറ്റ്സ് ഒക്കെ പറയിപ്പിക്കുന്നത്. ആക്ഷൻ സോങ് അതിനു വേണ്ടി യൂസ് ചെയ്യാം അല്ലെ. ആൽഫബറ്റ്സ് പഠിക്കാനാണെങ്കിലും എന്താണ് വേർഡ്സുകൾ പഠിക്കാനാണെങ്കിലും ആക്ഷൻ സോങ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം കുട്ടികളോട് അല്ലെ. ചെറിയ സ്റ്റോറീസ് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. ലാംഗ്വേജ്, ഒരു കുട്ടിയെ ലാംഗ്വേജ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് പുതിയൊരു വേർഡ് പഠിപ്പിക്കണം. ഏതെല്ലാം രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം? പിന്നെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് കുട്ടികളെ ആ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തുകൊണ്ട് എന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം അല്ലെ. അല്ലെങ്കിൽ പേര് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കാവുന്നതാണ്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? എനി അതർ ആക്ടിവിറ്റീസ്? Then sensitivity to the social aspects of life. ഓക്കെ, അതിലെന്തൊക്കെയാ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഒരു സോഷ്യൽ ലൈഫ്, നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് കുട്ടി എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാം? ഇപ്പൊ ഈവൻ സ്കൂളിലാണെങ്കിൽ എന്തെല്ലാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം കുട്ടികൾക്ക് അല്ലെ. ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, നല്ലൊരു റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള അറിവ് കുട്ടിക്ക് നേടാവുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം അതിനുവേണ്ടി. ദെൻ പിന്നെന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലെ ഗ്രൂപ്പ് സോങ്സ് കൊടുക്കാം അല്ലെ. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാ? എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? കണ്ണ് പൊത്തിയിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ. അപ്പൊ കണ്ണുപൊത്തി കളി എന്ന് പറയുമ്പോൾ എന്താണ് സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും കുട്ടി പഠിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു സെൻസ് കൂടി അവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടും കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഒരു ഗ്രൂപ്പിൽ തന്നെ എന്താണ് പലതരത്തിലുള്ള സ്കില്ലുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ എന്താണ് അതേപോലെ തന്നെ സംസാരിക്കാൻ അത്ര വൊക്കാബുലറി അധികം ഇല്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം. സോ എന്താണ് ഇവര് രണ്ടുപേരും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പരസ്പരം എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അല്ലെ. പുതിയ പുതിയ വേർഡുകൾ പഠിക്കാനായിട്ട് എന്താണ് കഴിയുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ അബ്സോർബൻ മൈൻഡിനെ കുറിച്ച് പഠിച്ചു. അബ്സോർബൻ മൈൻഡ് എന്താണെന്ന് നമുക്കറിയാം. അത് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതേപോലെ തന്നെ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അൺകോൺഷ്യസ് മൈൻഡ് എന്തായിരുന്നു? ജനനം മുതൽ 3 വയസ്സ് വരെ കാണപ്പെടുന്ന കുട്ടികളിലെ എല്ലാ നോളജും ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അതേപോലെ തന്നെ എന്താണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളിൽ കാണപ്പെടുന്ന മൈൻഡ് ഏത് മൈൻഡാ? കോൺഷ്യസ് മൈൻഡ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ആക്ടിവിറ്റീസ് എന്താണ് ആക്ടിവിറ്റി ആരും മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ കറണ്ട് ഇല്ല, കറണ്ട് പോയിരിക്കുക. അത് കാരണേ പിന്നെ വൈഫൈ നെറ്റ് ഇടക്കിടക്ക് പോവാ. ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡിസ്കണക്ട് ആയി പോയാണ്. അതുകൊണ്ട് നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Okay, ma'am. Okay, bye. Thank you, ma'am. Good night, ma'am. Thank you. ഓക്കെ മാം, താങ്ക് യു.